So first quadrant or type A chopper. ഇത് നിങ്ങൾക്ക് പരിചയമായിട്ടുള്ള ബക്ക് കൺവേർട്ടർ ആണ്. ബക്ക് കൺവേർട്ടറിനകത്ത് നിങ്ങൾക്ക് ഇവിടെ സർക്യൂട്ട് കണ്ടാൽ മനസ്സിലാവും. ഇവിടെ സോഴ്സ് ഉണ്ട്, VS എന്നുള്ള സോഴ്സ് വോൾട്ടേജ് ഉണ്ട്, പിന്നെ ഇവിടെ ചോപ്പർ ഉണ്ട്, സ്വിച്ച് ഉണ്ട്. ഓക്കെ, ഒരു ഫ്രീ വീലിംഗ് ഡയോഡ് കാണാൻ പറ്റും. ഇവിടെ ഈ ലോഡ് എന്ന് പറയുന്നത് RLE ലോഡ് ആയിരിക്കും. ഓക്കെ, ഒരു റെസിസ്റ്റൻസ്, ഒരു ഇൻഡക്ടർ, ഒരു EMF. ഈ ഒരു സർക്യൂട്ടാണ് ഈ ലോഡിനകത്ത് വരുന്നത്, ലോഡ് സർക്യൂട്ട് ആയിട്ട് വരുന്നത്. ഇവിടെ കാണാൻ പറ്റും the voltage V0 is positive and current is flowing into the motor. മോട്ടർ ലോഡിലോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. കറണ്ട് പോസിറ്റീവ് ആണ്. Hence we call it as first quadrant operation. നമുക്ക് ഓരോ ഓപ്പറേഷൻ നോക്കാം. If the switch is closed, സ്വിച്ച് ക്ലോസ്ഡ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരിക. ഓക്കെ, VS, ഞാൻ സ്വിച്ച് ക്ലോസ് ചെയ്തു, കറണ്ട് ഇവിടെ I0 പോവാന്ന് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഔട്ട്പുട്ടിൽ VS തന്നെ കിട്ടും, സ്വിച്ച് ക്ലോസ് ചെയ്ത കാരണം. ഓക്കെ, നൗ വൺസ് യു ആർ ട്രൈങ് ടു ഓപ്പൺ ദ സ്വിച്ച് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചാൽ ദ ഇൻഡക്ടർ ഈസ്, സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഇൻഡക്ടറിന്റെ പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ പ്ലസ് ആൻഡ് മൈനസ് ആണ്. ദിസ് ഇൻഡക്ടർ വിൽ ട്രൈ ടു മെയിൻറ്റെയിൻ ദിസ് കറണ്ട് I0 ഇൻ ദ സെയിം ഡയറക്ഷൻ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇൻഡക്ടറിന്റെ പ്രോപ്പർട്ടി ട്രാൻസിസ്റ്റർ സർക്യൂട്ടിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇറ്റ് വിൽ റിവേഴ്സ് ദ പൊളാരിറ്റി, വോൾട്ടേജ് പൊളാരിറ്റി റിവേഴ്സ് ചെയ്യും. ഇറ്റ് വിൽ ബി വെരി ഹൈ വോൾട്ടേജ് സച്ച് ദാറ്റ് ഇറ്റ് വിൽ ഫോർവേഡ് ബയസ് ദിസ് ഡയോഡ്. ഈ ഫ്രീ വീലിംഗ് ഡയോഡിനെ ഫോർവേഡ് ബയസ് ചെയ്യും. അപ്പൊ ഈ പോസിറ്റീവ് ഇവിടെ വന്ന് ആനോഡിലും അതേപോലെ ഈ നെഗറ്റീവ് ഈ കാഥോഡിലും വരുമ്പോൾ ഈ ഒരു ഫ്രീ വീലിംഗ് ഡയോഡ് ഫോർവേഡ് ബയാസ് ചെയ്യാണ്. അത് കാരണമായിട്ട് ദിസ് I0 വിൽ കണ്ടിന്യൂ ടു സർക്കുലേറ്റ്. ഓക്കെ, സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ ഫ്രം ദ സോഴ്സ് അത് സർക്കുലേറ്റ് ചെയ്യും. ദ കറണ്ട് ഇസ് ഇൻ പോസിറ്റീവ് ഡയറക്ഷൻ. അഗെയിൻ വെൻ ദ സ്വിച്ച് ഇസ് ഓപ്പൺ ദ ഡയോഡ് ഇസ് കണ്ടക്ടിങ്. അതാണ് ഇവിടെ CH1 FD, ഫ്രീ വീലിംഗ് ഡയോഡ്, ആൻഡ് CH1 ബോത്ത് ആർ കണ്ടക്ടിങ് എന്ന് കാണിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ ഓപ്പറേഷൻ. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ കണ്ടിന്യൂസ് ഓപ്പറേഷനും ഡിസ്കണ്ടിന്യൂസ് ഓപ്പറേഷനും ഇവിടെ കാണാൻ പറ്റും. അപ്പം IG എന്ന് പറയുന്നത് ഗേറ്റ് കറണ്ട് ആണ്. ഓക്കെ, സോ ഗേറ്റ് കറണ്ട് നമ്മൾ സ്വിച്ചിലോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ VS എന്നുള്ള സോഴ്സ് വോൾട്ടേജ് കിട്ടും. സോ വെൻ ഐ റിലീസ് ദ ഗേറ്റ് കറണ്ട് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് 0. ഫ്രീ വീലിംഗ് ഡയോഡ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഔട്ട്പുട്ടിൽ ഉണ്ടാവുന്ന വോൾട്ടേജ്, ബിക്കോസ് നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇതിനെ ക്രോസിലെ വോൾട്ടേജ് ആണ്. ഫ്രീ വീലിംഗ് ഡയോഡ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഷോർട്ട് ആയ പോലെയാണ്. അപ്പൊ ഔട്ട്പുട്ടിൽ വോൾട്ടേജ് ഇല്ല. ദ ഔട്ട്പുട്ട് വോൾട്ടേജ് 0. ഹെൻസ് നമുക്ക് എന്ത് കാണാം? സോഴ്സ് ഓൺ ആൻഡ് ഓഫ്, അഗെയിൻ ഓൺ ആൻഡ് ഓഫ്, അഗെയിൻ ഓൺ ആൻഡ് ഓഫ്. ഗേറ്റ് സിഗ്നൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്കത്, അപ്പം ഇവിടെ കറണ്ട്, ഔട്ട്പുട്ടിലെ കറണ്ട് I0 will be increasing from I minimum to I maximum. When the gate is removed, I maximum till I minimum വരും. Again charging of inductor, discharging of inductor, charging, discharging, charging, discharging. അതാണ് സംഭവിക്കുന്നത്. അതേസമയം if I increase the time period, അപ്പം ഇൻഡക്ടറിന്റെ ബേസ് ചെയ്തിട്ടാണ് കണ്ടിന്യൂസ് ആണ് ഡിസ്കണ്ടിന്യൂസ് ആണ് നോക്കുന്നത്. ഇപ്പൊ ലോഡിലെ കറണ്ട് 0 ആവുന്ന സമയത്ത് അത് ഡിസ്കണ്ടിന്യൂസ് ആയി. അപ്പം കറണ്ട് ഇൻക്രീസ് ചെയ്തു, കറണ്ട് 0 ആയി. ആ ഡിസ്കണ്ടിന്യൂസ് ആയ സമയത്ത് ഔട്ട്പുട്ടിലെ വോൾട്ടേജ് യു ക്യാൻ സി എ ബാക്ക് ഓഫ് കമ്പോണന്റ്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്, അത് ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നില്ല. അപ്പം ഡയോഡ് കണ്ടക്ട് ചെയ്യുന്നില്ലെങ്കിൽ അവിടെ ബാക്ക് ഓഫ് ദ മോട്ടർ ആണ് കിട്ടുക. വീണ്ടും ഇത് സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് VS കിട്ടും. സ്വിച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ as long as it is conducting, freewheeling diode is conducting, you will get no voltage at the output, and when the freewheeling diode stop to conduct, you will get the back EMF. ഇതാണ് ഡിസ്കണ്ടിന്യൂസ് മോഡ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഫസ്റ്റ് ക്വാഡ്രന്റ് ഓർ ടൈപ്പ് A ചോപ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഫിഗർ, ദ സർക്യൂട്ട് ഡയഗ്രാം as well as its operation and the waveform. ഇങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയാ, ഈ ഒരു സർക്യൂട്ട് നിങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സർക്യൂട്ട് ചോപ്പർ ടൈപ്പ് A മാത്രം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട് സ്റ്റഡി സ്റ്റേറ്റ് ടൈം ഡൊമൈൻ അനാലിസിസ്, സ്വിച്ച് ക്ലോസ് ആവുന്ന സമയത്ത് I മിനിമത്തിൽ നിന്നും I മാക്സിമത്തിലോട്ട് കറണ്ട് ഇൻക്രീസ് ചെയ്യും. സോ വെൻ സ്വിച്ച് ഇസ് ക്ലോസ്ഡ്, ക്ലോസ്ഡ് ആവുന്ന സമയത്ത് മിനിമം ടു മാക്സിമം,
Again, when switch is open, freewheeling കാരണം the current falls from maximum to minimum. Okay, അപ്പൊ ആ ഒരു കറണ്ടിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. So if you apply KVL when the switch is closed, you will get IR plus L di by dt plus E is equal to V. Equation number 1 ആയിട്ട് കിട്ടുക. Now ഓപ്പൺ ചെയ്ത സമയത്ത് ഇക്വേഷൻ നമ്പർ 2 കിട്ടും. V 0 ആയിരിക്കും വരിക, ഫ്രീ വീലിംഗ് ഡയോഡിന്റെ എഫക്ട് കാരണം. ഓക്കെ, സോഴ്സ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല, ആ ഒരു കാരണം കൊണ്ട് we won't be getting any output voltage. ഇനി നമ്മളിത് ലാപ്ലേസ് ട്രാൻസ്ഫോം വെച്ചിട്ടാണ് സൊല്യൂഷൻ ഫോർ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഈ ഇക്വേഷൻ നമ്പർ 1 ലാപ്ലേസ് അപ്ലൈ ചെയ്യുമ്പോൾ I of s into R plus L into S I of s minus I0. ഈ S into I of s minus I0 എന്നുള്ളതാണ് L di by dt ലാപ്ലേസ്. L into S into I of s minus I0. I0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കണ്ടീഷൻ ആണ്. ഇനീഷ്യലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗ്രാഫിൽ കാണാൻ പറ്റും, ഈ ഒരു പോയിന്റിൽ മിനിമം ആയിരിക്കും കറണ്ട്. സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന ഫസ്റ്റ് ഇൻസ്റ്റന്റിൽ ഉണ്ടാവുന്ന കറണ്ട് എന്നത് I മിനിമം ആയിരിക്കും. സോ I0 എന്ന് പറഞ്ഞാൽ ഇവിടെ I മിനിമം ആയിരിക്കും. I മിനിമം IMN എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, പ്ലസ് E by S ബിക്കോസ് ഇറ്റ്സ് എ കോൺസ്റ്റന്റ് വോൾട്ടേജ്, സ്റ്റെപ്പ് വോൾട്ടേജ് പോലെ നമ്മൾ അത് ട്രീറ്റ് ചെയ്യുക. We will get E by S is equal to V by S. ഇതാണ് ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, എന്നിട്ട് നമ്മളിത് റീഅറേഞ്ച് ചെയ്തിട്ട് I of s എഴുതാം. I of s മാത്രം എഴുതാൻ വേണ്ടിയിട്ട് L into IMN പിന്നെ E of s ഇതെല്ലാം റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ I of s into R plus S into L is equal to V minus E by S. ഓക്കെ, അതാണ് E അങ്ങോട്ട് വരുമ്പോൾ വരിക, മൈനസ് അല്ല പ്ലസ് L into IMN വരും. Okay, L into IMN will give you the equation for I of s into R plus SL. Okay, അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് I of s ന്റെ ഇക്വേഷൻ എഴുതാം. I of s is equal to V minus E by S into R plus SL plus L into IMN divided by R plus SL എന്ന് കിട്ടും. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷനെ നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ വെച്ചിട്ട് നമുക്ക് അത് എഴുതണമെങ്കിൽ V മൈനസ് ഇ, ഈ ഒരു ബ്രാക്കറ്റിൽ നിന്ന് നമുക്ക് L പുറത്തോട്ട് എടുക്കണം. L നമ്മൾ ന്യൂമറേറ്ററിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ V മൈനസ് ഇ ബൈ L ഇൻറ്റു S ഡിവൈഡ് ബൈ S ഇൻറ്റു S പ്ലസ് R ബൈ L എന്ന് വരും. So that is the first term plus L into IMN by R plus L ന്യൂമറേറ്ററോട് കൊണ്ടുപോകണമെങ്കിൽ S plus R by L ഇങ്ങനെയാണ് വരിക. ഓക്കെ, സോ I of s നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷണൽ രീതിയിൽ നമുക്ക് ഇനി എഴുതുമ്പോൾ V മൈനസ് ഇ ബൈ R ഇൻറ്റു S, നമ്മൾ A ബൈ S പ്ലസ് B ബൈ S പ്ലസ് R ബൈ L എന്നുള്ള രീതിയിലാണ് എഴുതാം, അല്ലെങ്കിൽ എഴുതാം. സോ ഇത് പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യുമ്പോൾ A ബൈ S പ്ലസ് B ബൈ S പ്ലസ് R ബൈ L പ്ലസ് I മിനിമം ബൈ S പ്ലസ് R ബൈ L. അത് പാർഷ്യൽ ഫ്രാക്ഷന്റെ ആവശ്യമില്ല. ഓക്കെ, സോ you will get A is equal to V minus E by R. Okay, അതേപോലെ B is equal to V minus E by minus of V minus E by R എന്ന് കിട്ടും. ഓക്കെ, സോ ഇത് ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ you will get I of s as I of s എന്ത് കിട്ടും, V minus E divided by R by S minus V minus E by R all divided by S plus R by L എന്ന് വരും, plus I minimum divided by S plus R by L എന്ന് വരും. Okay, now we have to take the Laplace inverse. എന്ത് കിട്ടും,
v minus e by r into u of t എന്നാണ് കിട്ടുക. നമുക്കതിൽ രണ്ടിനും v minus e by r കിട്ടിയ 1 by s minus 1 by s plus r by l plus I minimum by s plus r by l എന്ന് കിട്ടും. So if you take the Laplace inverse, taking Laplace inverse of above equation. ഓക്കെ, അപ്പൊ നമുക്ക് ഐ ഓഫ് ടി എന്ന് പറഞ്ഞത് കിട്ടും v minus e by r into 1 minus 1 by s എന്നുള്ളത് യു ഓഫ് ടി ആണെങ്കിലും 1 എന്നാണ് ട്രീറ്റ് ചെയ്യുന്നത്. 1 minus e raised to minus t by tau. Okay, plus imn e raised to minus t by tau, where tau is the time constant L by R. Okay, ഇതാണ് നമുക്ക് ഐ ഓഫ് ടിയുടെ ഇക്വേഷൻ കിട്ടുക ഇൻ ദ ടേംസ് ഓഫ് ഐ എം എൻ വി ഇ ആൻഡ് ആർ. നിങ്ങൾക്ക് ഇത് നോക്കിയാൽ മനസ്സിലാവും എന്ത് നമ്മൾ കറണ്ട് ഡിറ്റർമൈൻ ചെയ്യുന്നത് വോൾട്ടേജ്, ബാക്ക് ഇ എം എഫ് ആസ് വെൽ ആസ് റെസിസ്റ്റൻസ്, പിന്നെ ഐ എം എനും. ഈ ഐ എം എൻ എന്നുള്ള കമ്പോണന്റ് അറ്റ് ഈക്വൽ ടു ഇൻഫിനിറ്റി എന്തായി പോവും? ഇതിനെ ടി ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇ റേസ് ടു 1 ബൈ ഇൻഫിനിറ്റി വരുമ്പോൾ ആ ടേം 0 ആയിട്ട് പോകും. പിന്നെ എന്തുണ്ടാവും? വി മൈനസ് ഇ ബൈ ആർ എന്നുള്ളൊരു ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ രണ്ട് ഇ റേസ്റ്റ് കമ്പോണന്റും എലിമിനേറ്റ് ആയി പോകും, ഇല്ലാണ്ടായി പോകും. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് when the switch is closed ഐ ഓഫ് ടിയുടെ ഇക്വേഷൻ കിട്ടുന്നത്. ഓക്കെ, ഇനി when switch is open, അപ്പൊ അതവിടെ നമുക്ക് ഇക്വേഷൻ നമ്പർ 3 കഴിഞ്ഞ് 4 ആയിട്ട് എഴുതാം. സോ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് ദ അബവ് ഇക്വേഷൻ ഐ ഓഫ് ടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതാണ് ഇക്വേഷൻ കിട്ടിയത്. ഇതേപോലെ തന്നെ നമുക്ക് when switch is opened, നമുക്ക് ഇക്വേഷൻ എന്താ കിട്ടുക? ഐ ഓഫ് ടി ഇൻറ്റു ആർ പ്ലസ് എൽ ഇൻറ്റു ഡി ഐ ഓഫ് ടി ബൈ ഡി ടി പ്ലസ് ഇ സീക്വൽ ടു 0. ഇതാണ് നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് കിട്ടിയത് when switch is open. So applying Laplace transform, നമുക്ക് എന്ത് കിട്ടും? ഐ ഓഫ് എസ് ഇൻറ്റു ആർ പ്ലസ് എൽ ഇൻറ്റു എസ് ഇൻറ്റു ഐ ഓഫ് എസ് മൈനസ് ഐ ഓഫ് 0 ആണ്. നമ്മൾ ഈ ഗ്രാഫ് വരച്ച സമയത്ത് when the switch is closed, ഐ മിനിമത്തിൽ നിന്നും ഐ മാക്സിമത്തിലോട്ട് എന്തായി? കറണ്ട് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, when switch is opened, again the current flow from I max to I minimum. Okay, ഇത് സ്വിച്ച് ഓപ്പൺ ആണ്, ഇത് സ്വിച്ച് ക്ലോസ് ആണ്. ഓക്കെ, സ്വിച്ച് ഓപ്പൺ ചെയ്ത ഇൻസ്റ്റന്റില് ഐ മാക്സ് ആണ് എന്ത്? ഇനീഷ്യൽ കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ I0 എന്നുള്ളത് ഐ മാക്സ് ആയിട്ട് മാറും. ഐ മാക്സിനെ ഐ ഇൻറ്റു എം എക്സ് പ്ലസ് ഇ ബൈ എസ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ളതാണ് നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോം എഴുതിയ കിട്ടുന്ന ഇക്വേഷൻ. സോ ഇത് ഇക്വേഷൻ നമ്പർ 5 ആയിട്ട് എഴുതാം. സോ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഐ ഓഫ് എസ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ബാക്കി എല്ലാ ടേംസും റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് കൊണ്ടുകഴിഞ്ഞാൽ ഐ ഓഫ് എസ് ഇൻറ്റു ആർ പ്ലസ് എസ് ഇൻറ്റു എൽ ഈക്വൽ ടു മൈനസ് ഇ ബൈ എസ് പ്ലസ് എൽ ഇൻറ്റു ഐ എം എക്സ് എന്ന് കിട്ടും. Okay, now we have I of s is equal to minus E divided by S into R plus SL plus
L into I max by R plus S into L എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഐ ഓഫ് എസിന്റെ ഇക്വേഷൻ. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഐ ഓഫ് ടി കണ്ടുപിടിക്കാം. സോ ടേക്കിംഗ് ലാപ്ലേസ് ഇൻവേഴ്സ്. ഓക്കെ, we will get I of t as മൈനസ് ഈ, അപ്പൊ ഇവിടെ നമ്മൾ ലാപ്ലേസ് ഇൻവേഴ്സ് എടുക്കുന്നതിന് മുന്നേ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യണം. സോ a by s പ്ലസ് ബി. അപ്പം മേലെ എ എടുത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ സി ഡി എടുക്കാം. സി ബൈ എസ്, പിന്നെ ഇവിടെ വരുന്നത് എസ് പ്ലസ് ആർ ബൈ എൽ ആണ്. സോ എസ് പ്ലസ് ആർ ബൈ എൽ എഴുതുമ്പോൾ ഇവിടെ ബൈ ആർ ബൈ എൽ, ഇവിടെ ബൈ എൽ എന്ന് എഴുതാം. ടേക്കിംഗ് എൽ ഔട്ട് സൈഡ് ഓർ ടേക്കിംഗ് എൽ ടു ദ ന്യൂമറേറ്റർ. ഇപ്പം ആർ ബൈ എൽ പ്ലസ് എസ് എന്ന് വരും. അപ്പൊ അതാണ് താഴെ വരിക. പ്ലസ് മറ്റേത് പാർഷ്യൽ ഫ്രാക്ഷന്റെ ആവശ്യമില്ല. ഇപ്പം ഐ എം എക്സ് എൽ ഇൻറ്റു ഐ എം എക്സ് പ്ലസ് ഡിവൈഡ് ബൈ ആർ പ്ലസ് എസ് എൽ ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, സോ ഇതിന്റെ സി കണ്ടുപിടിക്കാൻ നമുക്ക് കിട്ടുന്നത് ഇ ബൈ ആർ ആണ്. സോ മൈനസ് ഇ ബൈ ആർ ബൈ എസ് പ്ലസ് ഇ ബൈ ആർ ഇൻറ്റു എസ് പ്ലസ് ആർ ബൈ എൽ. Okay. Plus, so that is C and D. L into I max divided by R plus S into L. ഇങ്ങനെയാണ് കിട്ടുക. So now taking Laplace inverse. Okay, അപ്പൊ I of t എന്ത് കിട്ടും? സോ ഇത് ഐ ഓഫ് എസ് തന്നെയാണ്. ഇവിടെയാണ് ഐ ഓഫ് ടി കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഐ ഓഫ് ടി സിക്കൽ ടു മൈനസ് ഇ ബൈ ആർ എന്ന് പുറത്തോട്ട് എടുക്കാം. അപ്പൊ വൺ ബൈ എസിന്റെ 1 ആയിരിക്കും മൈനസ് ഇ റേസ് ടു മൈനസ് ടി ബൈ ടോ. ഓക്കെ, പ്ലസ് എൽ ഇൻറ്റു ഐ മാക്സ്. ഇപ്പൊ എല്ല് ഇവിടെ പുറത്തോട്ട് എടുക്കുമ്പോൾ എല്ലും ക്യാൻസൽ ആവും. ഐ മാക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി ബൈ ടോ എന്ന് വരും. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയ അൾട്ടിമേറ്റ് ഇക്വേഷൻ ഐ ഓഫ് ടിയുടെ. നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ 6 എന്ന് എഴുതാം. ഓക്കെ, നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച ഐ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ആ റൈസിംഗ് ആയിട്ടുള്ള കറണ്ട് ആണ് ഈ ഐ ഓഫ് ടി. ഐ ഓഫ് ടി ഇസിക്കൽ വി മൈനസ് ഇ ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ടി ബൈ 2 പ്ലസ് ഐ എം എൻ പ്ലസ് ഇ റേസ് ടു മൈനസ് ടി ബൈ 2. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 4. ഈ ഇക്വേഷൻ നമുക്ക് താഴെ ആവശ്യമുണ്ട്. നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ 4. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാല്, ഇപ്പൊ നമ്മള് ഗ്രാഫ് വരച്ചപ്പോൾ ഐ മിനിമത്തിൽ നിന്നും ഐ മാക്സിമത്തിലോട്ടും വീണ്ടും തിരിച്ച് ഐ മിനിമത്തിലോട്ടും വരുന്ന കറണ്ടാണ് കണ്ടത്. അപ്പൊ ഇതൊക്കെ അറിയുന്നത് ടി ഓണിലാണ്. ഇത്രയും ഡ്യൂറേഷൻ ആണ് ടി ഓൺ ആയിട്ടുള്ളത്. ബാക്കിയുള്ളത് ടി ഓഫ് ആണ്. ദിസ് ഇസ് ടി ഓൺ, ദിസ് ഇസ് ടി ഓഫ്. ഓക്കെ, 1 ടി ഓൺ പ്ലസ് ടി ഓഫ് ഇസ് ഈക്വൽ ടു a total time period. T is equal to T on plus T off. Okay, ഒരു ഹോൾ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ T on plus T off ആണ്. അപ്പം ഇവിടെ മിനിമം കറണ്ട് ആണ് ഇനീഷ്യലി. when the switch is closed at T on you get I max അല്ലേ. അപ്പൊ നമ്മൾ ഇക്വേഷൻ നമ്പർ 4 ടിക്ക് T on T is equal to T on കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും I maximum is equal to V minus E by R into 1 minus E raised to minus T by tau എന്നുള്ളത് T എന്നുള്ള T on എന്ന് വരും. T on by T. T on by tau. T on by tau plus plus IMN into E raised to minus T on by tau. So this is equation number
7. അപ്പൊ അതെങ്ങനെയാണ് കിട്ടിയത്? ഇക്വേഷൻ നമ്പർ 4 ടിക്ക് ടി ഓൺ ഇട്ടപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇക്വേഷൻ നമ്പർ 7 കിട്ടി. ഇതേപോലെ ഇക്വേഷൻ നമ്പർ 6 നമ്പർ 6 വാലിഡ് ആവുന്നത് ടി ഓഫ് പീരീഡിലാണ്. അപ്പം ഇനീഷ്യൽ കറണ്ട് ഐ മാക്സിമവും അതിന്റെ ഫൈനൽ കറണ്ട് ഐ മിനിമം ആണ്. ഓക്കെ, അപ്പൊ നമ്മള് ഈ ഇക്വേഷൻ നമ്പർ 6 അറ്റ് ടി ഈക്വൽ ടു ക്യാപിറ്റൽ ടി, സ്മോൾ ടി ഈക്വൽ ടു ക്യാപിറ്റൽ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് ഐ മിനിമം. ഓക്കെ, അത് ഈ പോയിന്റിൽ ഐ മിനിമം ആണ്. അപ്പം വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദാറ്റ്. സോ ഇക്വേഷൻ നമ്പർ 6 വിൽ ബിക്കം ഇക്വേഷൻ നമ്പർ 6. ഇത് ഇക്വേഷൻ നമ്പർ 4. ഇക്വേഷൻ 4 ആണ് നമ്മൾ ഐ മാക്സിമത്തിൽ ഇക്വേഷൻ എഴുതാൻ വേണ്ടി യൂസ് ചെയ്തത്. ഇക്വേഷൻ നമ്പർ 6 at t equal to t, small t equal to capital T, we will get I minimum is equal to minus E by R into 1 minus E minus capital T by tau plus I maximum into E raised to minus capital T by tau എന്നുള്ള ഇക്വേഷൻ ആണ് കിട്ടുക. ഇക്വേഷൻ നമ്പർ 8. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചാല് ഫസ്റ്റ് രണ്ട് സ്വിച്ചിന്റെ കണ്ടീഷനിൽ സ്വിച്ച് ഓപ്പൺ ആയപ്പോഴും സ്വിച്ച് ക്ലോസ് ആയപ്പോഴും ഉള്ള ഇക്വേഷൻ കണ്ടുപിടിച്ചു. സ്വിച്ച് ക്ലോസ് ആയ സമയത്തുള്ള ഇക്വേഷൻ നമുക്ക് ഇക്വേഷൻ നമ്പർ 4 ആണ് കിട്ടിയത്. ഓക്കെ, അതേപോലെ സ്വിച്ച് ഓപ്പൺ ആയ സമയത്ത് യു ഗെറ്റ് ഇക്വേഷൻ കറണ്ടിന്റെ ഇക്വേഷൻ ആസ് ഇക്വേഷൻ നമ്പർ 6. നൗ യു ആർ ഫ്രം ദി ഇക്വേഷൻ നമ്പർ 4 when t equal to t on you obtain the equation number 7, and when from the equation number 6 when t is equal to capital T you get equation number 8. രണ്ട് ഇക്വേഷൻ ആണ് കിട്ടിയത്, 7 as well as 8. ഓക്കെ, നൗ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഐ മാക്സിമത്തിന്റെ ഒരു ടേം ഉണ്ട്, ഇവിടെ ഐ മിനിമത്തിന്റെ ഒരു ടേം ഉണ്ട്, ആൻഡ് ഹിയർ അഗൈൻ ഐ മിനിമം ആൻഡ് ഹിയർ അഗൈൻ ഐ മാക്സിമം. സോ എവറി ഇക്വേഷൻ, രണ്ട് ഇക്വേഷനിലും നമുക്ക് അൺനോൺ പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള ഈ രണ്ട് ടേംസ് ഉണ്ട്. അപ്പോൾ ഇഫ് യു സോൾവ് ദ ബോത്ത് ഇക്വേഷൻ യു വിൽ ഗെറ്റ് the equation for I max as V by R into E raised to, sorry, I max ആണ് 1 minus E raised to minus T on by tau divided by 1 minus E raised to minus T on divided by tau, sorry, capital T by tau minus E by R. So this is the equation for I maximum. Similarly, equation for I minimum you will get as V by R into, ഇതിന് നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത പോലെ T on by tau minus 1 divided by E raised to T divided by tau minus 1. Okay, minus E by R. സോ ഇതാണ് ഐ മിനിമത്തിന്റെയും ഐ മാക്സിമത്തിന്റെയും ഇക്വേഷൻ വരെ. ഓക്കെ, സോ ദിസ് ഇസ് ദ സൊല്യൂഷൻ ഫോർ ബോത്ത് ദ സൊല്യൂഷൻ ഫോർ ദ കറന്റ് ഫ്ലോയിങ്, അല്ലെങ്കിൽ ഈ രണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് നമുക്കിപ്പം കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ അനാലിസിസ്, സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസ് ചെയ്യാറ്. നൗ ഇഫ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി, അല്ലെങ്കിൽ ഇപ്പം ഈ ഒരു കണ്ടിന്യൂസ് കണ്ടക്ഷൻ മോഡൽ യു വിൽ ഗെറ്റ് ദിസ് ഐ മിനിമം ആൻഡ് ഐ മാക്സിമം ആസ് വി മൈനസ് ഇ ബൈ ആർ. ഇപ്പം വളരെ എന്താ പറയാ വലിയ വാല്യൂ ഓഫ് ടോ അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോഴാണ് വളരെ വലിയ വാല്യൂ ഓഫ് ടോ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വലിയ വാല്യൂ ഓഫ് ഇൻഡക്ടർ. സോ when the value of inductor is very large, okay, ഈ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ടേംസും രണ്ടും ക്യാൻസൽ ആയി പോയിട്ട് you will get I maximum and I minimum as almost same, because എല്ല് കൂടി കഴിഞ്ഞാൽ കറണ്ടിന്റെ വേരിയേഷൻ, ആ ഒരു ചേഞ്ച് ഇൻ കറണ്ട് ഡെൽറ്റ നമുക്ക് വളരെയധികം കുറയ്ക്കാൻ പറ്റും. ഡെൽറ്റ ഐ എന്ന് പറയുന്നത് വളരെയധികം മിനിമൈസ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് വി മൈനസ് ഇ ബൈ ആർ, ഐ മാക്സിമം സിക്കൽ ടു ഐ മിനിമം വിൽ ബി ഓൾമോസ്റ്റ് കമ്പാരബിൾ ഓർ സെയിം സിക്കൽ ടു വി മൈനസ് ഇ ബൈ ആർ എന്നുള്ളൊരു ടേം നമുക്ക് കിട്ടും. ഓക്കെ,
സോ ഇത്രയാണ് അനാലിസിസ്. സോ നമുക്ക് ടൈപ്പ് ബി ചോപ്പറും കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഇത് 2 മിനിറ്റിന്റെ കാര്യമേ ഉള്ളൂ. ഓക്കെ, സോ ഈ ടൈപ്പ് ബി ചോപ്പർ ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ ഇറ്റ്സ് എ സിംഗിൾ ക്വാഡ്രന്റ് ചോപ്പർ. സോ ഇതും നമുക്കറിയാവുന്ന പോലെ ക്വാഡ്രന്റ് 2-ലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. quadrant 2. So in quadrant 2, voltage is positive and current is negative. Okay. So ഇതിന്റെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ റീജനറേഷൻ മോഡാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു മോട്ടോർ സർക്യൂട്ട് കാണാൻ പറ്റും, EL സർക്യൂട്ട് കാണാൻ പറ്റും. ഓക്കെ, ഈ സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോൾ ദിസ് ഇൻഡക്ടർ ഗെറ്റ് ചാർജ്ഡ്. ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ നിങ്ങൾ അപ്ലൈ ഈ മാർക്കഡ് ഡയറക്ഷൻ ടുവേർഡ്സ് ദ കറണ്ട് ആണ് I0. സോ ബിക്കോസ് ഓഫ് ദിസ് EMF, ബാക്ക് EMF, റീജനറേഷൻ ആക്ഷൻ ആണ് നടക്കാൻ പോകുന്നത്. അപ്പൊ ഈ സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന സമയത്ത് കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്തിട്ട് ദ ഇൻഡക്ടർ വിൽ ഗെയിൻ എ പൊളാരിറ്റി ആസ് മാർക്ഡ്. അതിനുശേഷം when the switch is opened, the potential across the inductor reverses. അപ്പം E plus L di by dt എന്നുള്ള ഇക്വേഷൻ ആ ഒരു വാല്യൂ E plus L di by dt എന്നുള്ള വാല്യൂ വിൽ ബി മോർ ദാൻ സോഴ്സ് വോൾട്ടേജ്. ഹെൻസ് D2 എന്നുള്ള ഈ ഡയോഡ് ഫോർവേഡ് ബയസ്ഡ് ആയിട്ട് കണ്ടക്ട് ചെയ്യും. അപ്പം ദ പവർ ഈസ് ട്രാൻസ്ഫേർഡ് ഫ്രം ലോഡ് ടു ദ സോഴ്സ്. ലോഡിൽ നിന്ന് സോഴ്സിലോട്ടാണ് പവർ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. സോ ഇൻ ദാറ്റ് കേസ് ആസ് വെൽ ദ കറന്റ് വിൽ ബി ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. I0 മാർക്ക് ചെയ്തതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും എന്ത് വരിക, കറണ്ട് വരിക. സോ വി കോൾ ഇറ്റ് ആസ് ക്വാഡ്രന്റ് 2 ഓർ ടൈപ്പ് ബി ചോപ്പർ. ഓക്കെ, ടൈപ്പ് ബി ചോപ്പർ എന്ന് പറഞ്ഞാൽ പിന്നെ റീജനറേഷൻ ആക്ഷൻ ആണ്. റീജനറേഷൻ ആക്ഷൻ, റീജനറേറ്റീവ് ബ്രേക്കിങ്ങിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ when switch is closed, CH2 is conducting. സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന സമയത്ത്, സ്വിച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ D2 ആണ് കണ്ടക്ട് ചെയ്യുക. സ്വിച്ച് ഓപ്പൺ ചെയ്ത സമയത്ത് the diode will be forward biased and will be supplying the source. അപ്പം ടൈപ്പ് ബി ചോപ്പർ എന്നുള്ളത് അത്രയാണ് പറയാനുള്ളത്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ആർക്കും ഡൗട്ട് ഇല്ലെങ്കിൽ താങ്ക് യു.